സന്തോഷം, ദീർഘായുസ്, ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അപ്പോൾ ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പനി വന്നാൽ മതി ആ വീട്ടിലെ സന്തോഷം ഇല്ലാണ്ടാവാനായിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ മനുഷ്യൻ. അപ്പോൾ പിന്നെ ഒരു കുടുംബത്തിൽ ഇത്രയും മാരകമായുള്ളൊരു രോഗം വരുമ്പോൾ അവിടെ കുടുംബത്തിൽ എന്തായാലും സന്തോഷമുള്ളത്? മക്കൾക്ക് വന്ന അച്ഛന് വിഷമം, മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും എല്ലാം വിഷമം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ അത് ആഘോഷിക്കുക. അവരുടെ കുടുംബക്കാർ നീറി മരിക്കുമ്പോൾ നിങ്ങളത് ആഘോഷിക്കുക. സോഷ്യൽ മീഡിയ അത് മനുഷ്യർക്ക് ചേർന്നതല്ല, മൃഗങ്ങൾ ഒട്ടും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തെന്ന് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നിങ്ങളൊന്നും വിളിക്കുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ രേണുവിനെ കുറ്റം പറയുന്ന ആൾക്കാരായി അങ്ങനെയാണ് ഇരുന്നോട്ടെ. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളെ തിരുത്താനായിട്ട് നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിലില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ വളരെ ദയനീയമായ രണ്ടാമത്തെ കീമ കഴിഞ്ഞിട്ട് രേണുക്ക് ഇട്ടൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് മനുഷ്യത്തുള്ളവരൊന്ന് കാണാം, കണ്ടിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ എത്ര കോടികൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന വ്യക്തികളായാലും കുടുംബക്കാരായാലും നിങ്ങൾ അതോടുകൂടി നിങ്ങളുടെ ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷം തീർന്നു, നിങ്ങളും തീർന്നു. നിങ്ങളൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലുമൊക്കെ ശ്മശാനത്തിൽ പോയിട്ട് അവിടെ എത്രയോ ശവകുടീരങ്ങൾ ആൾക്കാർ അടക്കിയിരിക്കുന്നു, അവിടെ ചെന്ന് നിങ്ങളൊരു 10 മിനിറ്റ് നേരം നിൽക്കുക. അതിൻ്റെ അടിയിൽ എന്തോരം ആൾക്കാർ കിടക്കുന്നുണ്ട്. സമ്പന്നർ മരിച്ചവർ അവിടെ കിടക്കുന്നുണ്ട്, ദരിദ്രർ മരിച്ചവർ കിടക്കുന്നുണ്ട്. എല്ലാവരും ഒരേ സ്ഥലത്താണ് കിടക്കുന്നത്. അവിടെ എത്രയോ അസൂയ ചെയ്തവർ, കുശുമ്പ ചെയ്തവർ, വെട്ടിപ്പിടിച്ച് കാശുണ്ടാക്കിയവർ, ലക്ഷങ്ങൾ സമ്പാദിച്ച് വീടുണ്ടാക്കിയവർ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് അവർ മണ്ണിൻ്റെ അടിയിൽ പോയി കിടക്കുക. ഇപ്പം പിന്നെ കുറേ വിഭാഗം നമ്മൾ കത്തിച്ച് കളയുന്നുണ്ട്. കത്തിച്ച് കളയാത്ത വിഭാഗത്തിൻ്റെ കാര്യം ഞാൻ പറയണത്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ജീവൻ അത്രയേ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ എന്നാ മരിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ മരിക്കണം എന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ ആരെങ്കിലും കടം മേടിച്ചോ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്ത് നമുക്ക് അടിച്ച് പൊളിച്ച് ചിലവാക്കാം, വീടൊക്കെ വിറ്റിട്ട് നമുക്ക് ആർമാദിക്കാം. അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ മരണം ഒരാൾക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ രേണു എപ്പം മരിക്കണം അല്ലെങ്കിൽ രേണുവിൻ്റെ അസുഖം എപ്പം മാറും എന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഉത്തരവാദി അത് തീരുമാനിക്കാനുള്ള ഒരു അവകാശം മനുഷ്യനില്ല. വെറുതെ ഊഹാപോഹങ്ങൾ മാത്രം പറയണ്ട. അത്രേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് ആ ദയനീയമായുള്ള വളരെ വിഷമമായുള്ള സങ്കടം തോന്നുന്ന ആ വീഡിയോ കണ്ട കുറേ പച്ചർച്ചി തിന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട് രേണുവിൻ്റെ. അവർക്ക് 10 രൂപ കിട്ടാൻ വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് എന്തും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 വിഷമമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതും നിങ്ങൾ ആണ് എന്ന് പറയും. നിങ്ങൾ അത്രയും മനുഷ്യത്വമില്ലാത്ത ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം. കുറേ നല്ല ആൾക്കാർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയനെ. അവർക്കൊരു ഗുഡ് സല്യൂട്ട് കൊടുത്തു. ഈ എന്നെ അവഹേളിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വേദനകൾ മനസ്സിലാക്കി ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ 2 പിള്ളേരും, എന്റെ ചേച്ചിയുടെ മക്കൾ, എന്റെ 2 മക്കളും അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെ കുറിച്ചൊരു എല്ലാവരും ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബില്ല് അത് ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗം ഇല്ലെന്നും പിന്നെ എന്താ ബില്ല് ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില ബ്ലോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക്
ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. കുറെ ക്യാൻസർ പേഷ്യൻസിന്റെ വോയിസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അവരങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ കുടുംബത്തിലോ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും ഒരു ക്യാൻസർ പേഷ്യൻസ് ആണ് അത് പറയുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരായിരിക്കില്ല. കാരണം ഈ ഒരു രോഗം വന്ന് അത് അനുഭവിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന് നമ്മുടെ ബന്ധുക്കാരെ കണ്ടു നിൽക്കുന്നവരോ ആരും ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല അങ്ങനൊരു വേറൊരാളെ കുറിച്ച്, വേറൊരു രോഗിയെ കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. വീണ്ടും ആൾക്കാർ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് രേണു എന്തിനാണ് മറ്റ് ഇന്റർവ്യൂ കൊടുക്കുന്നത്, മറ്റു മീഡിയയിൽ എപ്പോഴും സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, രേണുവിന്റെ സ്വന്തം ഒരു ചാനലിൽ രേണുവിന് പറയാനുള്ളത് പറഞ്ഞാൽ പോരെന്ന് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിൻ ആണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിന്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഇത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കും. അതുപോലെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി, ഋതപ്പിന് വേണ്ടി അവൾ തിരിച്ചു. അപ്പം ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ദീർഘായുസ് കിട്ടുന്നതിന് കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് സന്തോഷമില്ലെങ്കിലോ, സന്തോഷമില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പോഴും നമുക്ക് ആരോഗ്യം വേണം. അതുപോലെ തന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ ദീർഘായുസ് വേണം. ഇത്രേ നമ്മൾ പറയാനുള്ളൂ. ആരോഗ്യം, ദീർഘായുസ്, സന്തോഷം, ഇത് 3 കൂടി ഉള്ള ഒരു വ്യക്തിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരുടെയും ആത്മാവോ മരിക്കുന്ന ദിവസമോ ഒരാളുടെ കയ്യിലുമല്ല, അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. അത് ഈശ്വരന് വിട്ടുകൊടുക്കുക. അപ്പോൾ ദൈവം എപ്പോൾ മരിക്കണം, എപ്പോൾ അസുഖം മാറി തിരിച്ചു വരണം എന്നുള്ളതൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ. അത് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നടക്കുന്ന ആൾക്കാരല്ല, റീച്ചിന് വേണ്ടി എന്തും പറയുന്ന ആൾക്കാർ തീരുമാനിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ